ഡിയർ എക്സ് എന്ന സീരീസിന്റെ 6th പാർട്ട് അഥവാ 4th എപ്പിസോഡാണിത്. ആജിൻ എണീറ്റ് നോക്കുമ്പം അച്ഛൻ അവളുടെ കയ്യിൽ പിടിച്ച് തന്നെ രക്ഷിക്കുക എന്നുള്ള രീതിക്ക് നിൽക്കുവാണ്. അച്ഛന് ജീവനുണ്ട് എന്ന് മനസ്സിലാവുന്നതും നിങ്ങൾ എണീക്കരുത് എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നെ ഇങ്ങനെ ആക്കിയത് നിങ്ങളാണ്. എൻ്റെ ചൈൽഡ്ഹുഡ് നശിപ്പിച്ചതിന് റീപേ ചെയ്യുവാണെന്ന് കരുതിയാൽ മതി. ആ ജീവൻ ഇങ്ങനെ തന്നേക്ക് എന്നും പറഞ്ഞ് അവളെ ഗിഫ്റ്റായിട്ട് മേടിച്ചു കൊടുത്ത ആ തൊപ്പിയും ഒരു കത്രിക എടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോയി അത് മുറിച്ച് ക്ലോസറ്റിലിട്ട് ഫ്ലഷ് അടിക്കുന്നു. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ക്രൈം സീനാണ് കാണുന്നത്. അതായത് ഡാഡി മരിച്ചു. ഇവിടെ ബോസ് പാവം പേടിച്ച് കാറിൽ തന്നെ ഉറങ്ങിപ്പോയി. രാവിലെ പോലീസുകാരാണ് വന്ന് വിളിക്കുന്നതും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതും. ഡിറ്റക്റ്റീവ് ബോധം വരുന്ന ആജിന്റെ അടുത്ത് പോയി സംസാരിക്കുന്നുണ്ട്. അവള് പറഞ്ഞു വച്ചിരിക്കുന്നത് അവളുടെ അച്ഛനെ ബോസ് കൊന്നു എന്നാണ്. അടിച്ച ബാറ്റൊക്കെ ബോസിന്റെ തന്നെയാണല്ലോ. ബോസിന്റെ അടുത്ത് അവിടെ നിന്ന് ചോദിക്കുമ്പം താൻ തന്നെയാണ് ചെയ്തത്, പക്ഷെ അറിഞ്ഞുകൊണ്ടല്ല ചെയ്തത്, ഒരു സ്റ്റോക്കറാണെന്ന് വിചാരിച്ചാ ചെയ്തത്. ആളുടെ തലയില് അവളെ സ്റ്റോക്ക് ചെയ്ത് വന്ന ആളുടെ തലയിൽ ഉണ്ടായിരുന്ന കണക്ക് തന്നെ ഒരു തൊപ്പി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറ്റിപ്പോയത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഹീറോയിൻ പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. അവൾ അങ്ങനെ ഒരു സാധനം കണ്ടിട്ടേ ഇല്ലാന്ന്. പോലീസ് ബോസിന്റെ അടുത്ത് അറിയാതെ അടിച്ചതാണെങ്കിൽ പോലും ഹെൽപ്പിനോ അല്ലെങ്കിൽ ആംബുലൻസോ അങ്ങനെ ആരെങ്കിലും വിളിച്ചുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണല്ലോ. എന്താ ശരിക്കും നടന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്റ് വെച്ച് അടിച്ചതും ഒരുപാട് ചോര വരുന്നുണ്ടായിരുന്നു. അത് കണ്ടതും ബോസ് ആംബുലൻസിനെ വിളിക്കാനാണ് നോക്കിയത്. ആജിൻ വിളിക്കണ്ടെന്നാണ് പറയുന്നത്. അപ്പോഴും ആളൊരു സ്റ്റോക്കർ ആണെങ്കിൽ പോലും ചോര പോകുന്ന കണ്ടില്ലേ. വിളിക്കണമെന്നും പറഞ്ഞാണ് ബോസ് നിൽക്കുന്നത്. പക്ഷെ വിളിക്കരുതെന്ന് ഒരുപാട് കെഞ്ചി കരഞ്ഞുകൊണ്ട് പറഞ്ഞ് അത് സ്റ്റോക്കറല്ല തൻ്റെ അച്ഛനാണെന്നും അങ്ങനെ എണീറ്റിട്ടുണ്ട്, എന്താ ചെയ്യാൻ പറ്റുകയെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് വിളിക്കരുത് എന്ന് പറയുന്നുണ്ട്. ഒരച്ഛനെ കൊണ്ട് സ്വന്തം മോളെ ഇങ്ങനെ ഉപദ്രവിക്കാൻ പറ്റുമോ എന്നുള്ള ഷോക്കാണോ, അതോ അച്ഛനെയാണോ ഞാനിങ്ങനെ അടിച്ചേന്നുള്ള ഷോക്കാണോ, എന്തോ വല്ലാണ്ട് പ്രേതം പിടിച്ച കണക്കാണ് ബോസ് നിൽക്കുന്നത്. ഞാൻ തന്നെ ഇത് നോക്കിക്കോളാം, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാൻ തന്നെ ഹെൽപ്പിന് ആളെ വിളിച്ചോളാം എന്നും പറഞ്ഞ് പുള്ളീനെ തള്ളി വിടുന്നതേ അവളാണ്. ബോസിനെ പറഞ്ഞു വിട്ടിട്ട് സൈക്കോനെ പോലെ എക്സ്പ്രഷൻ ഇട്ട് അവൾ അവിടെ അച്ഛൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ബോസിന്റെ അടുത്ത് ചോദിക്കുന്നതിന് പുള്ളിക്ക് മറുപടി പോലും പറയാൻ പറ്റുന്നില്ല. അറിഞ്ഞോണ്ടല്ല ചെയ്തത് എന്നും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ശരിക്കും താൻ ഇന്നലെ ചെയ്തതൊക്കെ പ്രോസസ് ആയതുപോലെയായിരുന്നു, സ്ക്രിപ്റ്റഡ് ആയതുപോലെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. 100% സ്ക്രിപ്റ്റഡ് ആണെന്ന് നമുക്കറിയാം, ഡയറക്റ്റഡ് ബൈ ആജിൻ. ഇതൊന്നും അറിയാത്ത ഡിറ്റക്റ്റീവ് ചോദിക്കുന്നത് 20 വയസ്സിൽ ആ പാവം കൊച്ചിനെ അനാഥയാക്കിയില്ലേന്നാണ്. അതും കൂടെ ആവുമ്പം ബോസ് ഒന്നാമത് ഭയങ്കര നല്ലവനാണല്ലോ. പാവം ഭയങ്കരമായിട്ടിരുന്ന് കരയുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 9-നും 10-യ്ക്കും ഇടയിലാണ് അച്ഛൻ മരിച്ചിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് 3 മണിക്ക് ആംബുലൻസിനെ വിളിച്ചത്, എന്തുകൊണ്ട് നേരത്തെ വിളിച്ചില്ല എന്ന് ഡിറ്റക്റ്റീവ് ആജിന്റെ അടുത്ത് ചോദിക്കുന്നതിന് താനും മയങ്ങിപ്പോയിരുന്നു, എണീക്കുന്നത് 3 മണിക്കാണ്, അതുകൊണ്ടാണ് അപ്പ വിളിച്ചത് എന്നാണ് ആജിൻ പറയുന്നത്. ഡിറ്റക്റ്റീവിനാണെങ്കിൽ അതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. സ്വന്തം അച്ഛനൊരു കൊച്ചിനെ എങ്ങനെയാണ് മയക്കം വരുന്നവരെയൊക്കെ അടിക്കുകയെന്ന്. അതും എപ്പോഴും നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പം അവളാണെങ്കിൽ തീരെ വയ്യാണ്ട്, എനിക്കിപ്പോൾ തീരെ വയ്യ, വേറെ എന്തെങ്കിലും അറിയണോന്ന് ചോദിക്കുന്നു. ഈ സമയം ഡിറ്റക്റ്റീവിന് ബോസിന്റെ കൂടെ ഒരു ഏജൻസി സൈൻ ചെയ്യാൻ പോവാന്ന് പറഞ്ഞായിരുന്നല്ലോ. ആ ഏജൻസിന്റെ അന്ന് വന്ന അതേ ആള് ആ CEO വിളിക്കുന്നുണ്ട്. ഇത് ആജിനും ശ്രദ്ധിക്കുന്നുണ്ട്. ആളുടെ അടുത്ത് സംസാരിച്ച് ഇവിടെ ഉണ്ടായിരുന്ന ആ മൈനർ ഡിറ്റക്റ്റീവിനെ വിളിച്ചിട്ട് മേജർ ഡിറ്റക്റ്റീവ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഹീറോയിനും അവരെന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുന്നു. അവര് സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ബോസ് പണ്ടത്തെ വലിയൊരു ബേസ്ബോൾ പ്ലെയർ ആണല്ലോ, അതുകൊണ്ട് ഈ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും ബോസിനെ രക്ഷിക്കണം എന്നാണ് ഇവര് പറയുന്നത്. ആ ഏജൻസിന്ന് വിളിച്ചിട്ട് അതിന് ക്യാഷ് ഓഫർ ചെയ്തിട്ടുണ്ട്. ബോസ് പറയുന്നത് താൻ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടാണ് ചെയ്തതെന്നാണല്ലോ. ഹീറോയിനെ ആണെങ്കിൽ ദിവസം അവളുടെ അച്ഛനടിക്കും, അപ്പൊ അവക്കാണ് കൊല്ലാനുള്ള ഒരു മോട്ടീവ് ഉള്ളത്. എത്രത്തോളം ദേഷ്യം ഉണ്ടാവും. അതുകൊണ്ട് ബോസിനെ രക്ഷിച്ച് ഇവളെ അതിൽ കുടുക്കാന്നാണ് അവര് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മൈനർ ഡിറ്റക്റ്റീവിനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് മൊത്തം ആജിൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൈനർ ഡിറ്റക്റ്റീവ് അകത്തേക്ക് വരുമ്പം അവള് ചോദിക്കുന്നുണ്ട് ബോസിന് എന്താ സംഭവിക്കാന്ന്. സെൽഫ് ഡിഫെൻസ് ആണെന്നാണ് പറയുന്നത്, എന്നാൽ പോലും ജയിലിൽ പോകേണ്ടി വരുന്നു പറയുന്നു. ഈ ഡിറ്റക്റ്റീവ്സ് തമ്മിൽ സംസാരിച്ചതൊക്കെ യൂൻസിന് അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അവനവിടെ തന്നെയാണ് ഉള്ളത്. ആ വലിയ ഡിറ്റക്റ്റീവ് പോകുന്നതും ആളുടെ പുറകെ പോകുന്നുണ്ട്. ഡിറ്റക്റ്റീവ് കാറിൽ കയറിയിരിക്കുന്നതും CEO വന്നിട്ട് ഒരുപാട് പൈസ കൊടുക്കുന്നുണ്ട്. ഇത് യുൻജിനും കാണുന്നുണ്ട്, ആജിനും കാണുന്നുണ്ട്. ആജിൻ ഫോട്ടോ എടുത്ത് വെക്കുന്നുണ്ട്. ഡിറ്റക്റ്റീവ് നേരെ ആ സംഭവം നടന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഇത് യുൻജുൻ ശ്രദ്ധിക്കുന്നുണ്ട്. ആൾ അവിടെയൊക്കെ നോക്കി നേരെ ബാത്റൂമിലേക്ക് പോകുമ്പം ആ തൊപ്പിന്റെ അവശിഷ്ടങ്ങൾ കിട്ടുന്നുണ്ട്. ഫ്ലഷ് ചെയ്തെങ്കിൽ പോലും അത് ഫുള്ളായിട്ട് പോയിട്ടില്ല, പൊടി പോലെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. ആജിൻ ഡിസ്ചാർജ് ആവുമ്പോൾ തന്നെ ഈ ഒരു എവിഡൻസ് കിട്ടിയതുകൊണ്ട് അവളെ സസ്പെക്റ്റ് ആയിട്ട് പോലീസ് വന്ന് കൂട്ടിയിട്ട് വന്നു. ഇത് യുൻജിന്റെ മുന്നേ വെച്ചിട്ടാണ് നടക്കുന്നതും.
ഇവിടെ സ്റ്റേഷനിൽ സിഇഒയും ഡിറ്റക്റ്റീവും കൂടെ അവരുടെ പ്ലാൻ എന്താണെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പം ബോസിന് ഹീറോയിനെ കുറിച്ചാണ് ടെൻഷൻ. അവക്കെന്താ സംഭവിക്കാന്ന്, ജയിലിൽ പോകേണ്ടി വരും. അവളെ പോലുള്ളവർക്ക് ഇങ്ങനെ ജയിലിൽ പോയാലും പ്രശ്നമൊന്നുമില്ല, അത് അവരെ ബാധിക്കത്തൊന്നുമില്ല. പക്ഷെ നീ വലിയൊരു പബ്ലിക് ഫിഗറാണ്, ആ ഇമേജ് പോയിട്ടുണ്ടെങ്കിൽ ഒരു കംബാക്ക് നടത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് നീ നിന്നെ കുറിച്ച് ചിന്തിക്കുകയെന്ന് പറഞ്ഞ് അവരെ ഭയങ്കരമായിട്ട് ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട്. എന്നാലും പാവത്തിന്റെ നല്ല മനസ്സായതുകൊണ്ട് അവിടെ ഇരുന്ന് കരയുവാണ്. മറ്റേ എന്റർടൈൻമെന്റ് കമ്പനീന്റെ സിഇഒ ആയിട്ടുള്ള ലേഡിക്ക് എപ്പോഴും കൂടെ ഉണ്ടാവുന്ന അസിസ്റ്റന്റ് ഉണ്ടല്ലോ, പുള്ളിക്കാരി വലിയൊരു ആക്ട്രസ് ഉണ്ടാക്കിയ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുവാണ്. ആക്സിഡന്റിലൂടെ ആരെയോ കൊന്നു, അതിനൊരു തുള്ളി ഗിൽറ്റ് പോലും ഇല്ല, ഇപ്പോഴും കുടിച്ച് ലക്ക് കെട്ടിട്ടാണ് ഇരിക്കുന്നത്. ഈ ആക്ട്രസ് ഉണ്ടാക്കിയ കുറ്റം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ തന്നെ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ജസ്റ്റ് അവിടെ പോയിട്ട് നോർമലി ആൻസർ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അസിസ്റ്റന്റ് ആ ആക്ട്രസിനെയും കൂട്ടി അകത്തേക്ക് പോകുന്നത്. അവിടെയുള്ള കൊച്ചും സമ്മതിക്കുന്നുണ്ട്, ഞാൻ തന്നെയാണ് ഇതൊക്കെ ചെയ്തത് എന്ന്. ആക്ട്രസ് ബാക്ക് സീറ്റിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു, ഞാനാണ് വണ്ടി ഇടിച്ചത്, ഇങ്ങനെയാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞ് കുറ്റം ഏറ്റെടുക്കുമ്പം ഡിറ്റക്റ്റീവ് ഒന്നും കൂടെ ചോദിക്കുന്നുണ്ട്. അപ്പം ഡിറ്റക്റ്റീവിന് ഒരു കോൾ വരുന്നുണ്ട്. അതോടെ ആ ആക്ട്രസ് പുറത്തു വരുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, ആജിനും ആക്ട്രസും ഒരേ സമയത്താണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരു കുഴപ്പമില്ലാതെ ആക്ട്രസ് പെട്ടെന്ന് തന്നെ അവിടുന്ന് പോകുന്നുണ്ട്. ആ അസിസ്റ്റന്റ് ലേഡി ആജിനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവർ ഒരുപാട് പുറകെ നടന്ന കൊച്ചാണല്ലോ. ഇവിടെ ആജിനെതിരെയുള്ള തെളിവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോസുമായിട്ട് ചാറ്റ് ചെയ്ത് അവള് തിരിച്ച് വീട്ടിൽ പോയിട്ട് സാധനം എടുത്തിട്ട് വരാന്ന് പറഞ്ഞിരുന്നല്ലോ, അത് പോരാത്തേന് അവളുടെ ബാത്റൂമിൽ നിന്ന് ആ ഒരു ഫ്രാഗ്മെന്റ്സ് കിട്ടിയായിരുന്നല്ലോ, അതും. അത് ജസ്റ്റ് ചെറിയ ചെറിയ പീസസ് ആണ്. അതൊക്കെ വെച്ചിട്ട് സംശയിക്കാവെന്ന് പറയുമ്പം ഇതിനൊക്കെയാണ് വാലിഡ് ആയിട്ടുള്ള സംശയം എന്ന് പറയുന്നത് എന്ന് ഡിറ്റക്റ്റീവ്. ഇതും പോരാണ്ട് അച്ഛന്റെ തലയിൽ 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം അടിച്ചതും പെട്ടെന്ന് തന്നെ ബോസ് തിരിച്ചു വന്നു എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഹീറോയിൻ ആയിരിക്കണമല്ലോ ബാക്കി ഫുള്ളും ചെയ്തത്. യൂഞ്ചനും സ്റ്റേഷന്റെ പുറത്ത് വന്നിട്ട് അങ്ങോട്ടേക്കാണ് നോക്കിയിരിക്കുന്നത്. യൂഞ്ചന്റെ മുത്തശ്ശന്റെ ലോയറും കൂടെയുണ്ട്. ആദ്യം സ്റ്റേഷന്റെ ഉള്ളിലുണ്ട് എന്നും അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ള കാര്യങ്ങളും ലോയർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തൽക്കാലം ഈ ഒരു കാര്യം മുത്തശ്ശൻ അറിയണ്ടെന്നും പറഞ്ഞിട്ടാണ് ആജിൻ അവിടുന്ന് പോകുന്നത്. യൂഞ്ചൻ അവിടുന്ന് പോകുന്നത്. ഇവിടെ വീണ്ടും ആജിന്റെ അടുത്തേക്ക് വരുമ്പം അങ്ങോട്ടേക്ക് വരുന്ന ഡിറ്റക്റ്റീവിന്റെ അടുത്ത് തനിക്ക് പീരീഡ്സ് ആയെന്നാ തോന്നുന്നത്, ഒരു ലേഡി ഇൻസ്പെക്ടറെ വിളിക്കുമെന്നും ചോദിച്ച് ഒരു ലേഡി അവരെ കൂട്ടി ബാത്റൂമിൽ പോകുന്നതിന്റെ ഇടയ്ക്ക് എന്റെ ഫോണൊന്ന് എടുത്ത് നോക്കാവോന്ന് ചോദിക്കുന്നു. അതിലെ ഗാലറിയും അതേണക്ക് വോയിസ് റെക്കോർഡിങ്ങും കേൾക്കുമെന്ന്. സ്റ്റേഷനിൽ വന്നപ്പോൾ തന്നെ അവളുടെ ഫോൺ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ ലേഡി ഇൻസ്പെക്ടർ പോയിട്ട് ആ ഒരു വോയിസ് റെക്കോർഡറൊക്കെ കേൾക്കുന്നുണ്ട്. അതില് ബോസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹീറോയിനെ കൊടുക്കണം എന്നുള്ള രീതിക്കാണല്ലോ ഡിറ്റക്റ്റീവ്സ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ തെളിവ് പ്രകാരം ഡിറ്റക്റ്റീവിന്റെ കാറ് സെർച്ച് ചെയ്യാൻ ആൾക്കാരും വരുന്നുണ്ട്. ഈ ഒരു ന്യൂസ് നേരത്തെ അറിഞ്ഞ് ഡിറ്റക്റ്റീവും അടുത്തേക്ക് വരുന്നുണ്ട്. വന്നവര് സെർച്ച് ചെയ്യുമ്പം ഒരു പെട്ടി കിട്ടുന്നുണ്ട്. അവര് പണം കൊടുത്ത അതേ പെട്ടിയാണ്, പക്ഷെ അതില് പണമല്ല ഉള്ളത്, കുറച്ച് ഡ്രിങ്ക്സ് ആണ്, സോജു ആണ്. ഡിറ്റക്റ്റീവ് അവരെ നന്നായിട്ട് ഒച്ചയെടുത്ത് വിടുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും പബ്ലിക് സർവൻസ് ആണെന്നും പറഞ്ഞ്. ഈ ഡിറ്റക്റ്റീവ് പണം മേടിച്ചുകൊണ്ട് വരുന്നതിന്റെ ഇടയ്ക്ക് തന്നെ ഒരു കടയിൽ കയറിയിട്ട് ഈ ഒരു സോജു ബോട്ടിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടും ഒരേപോലെയാണ് കാണാനുള്ളത്, അതുകൊണ്ട് മാത്രമാണ് പുള്ളി രക്ഷപ്പെട്ടത്. അങ്ങനെ അടുത്ത സീനിൽ നേരെ ഹീറോയിന്റെ അടുത്തേക്കാണ് വരുന്നത്. പുള്ളിക്ക് നല്ല ദേഷ്യം വന്ന ആജിന്റെ അടുത്ത് വന്ന്, ഇന്ന് എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായേനെ, നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല, ഉറപ്പായിട്ടും ഈ കൊലപാതകത്തില് നിന്നെ തന്നെ കുറ്റവാളിയാക്കും എന്ന് പറയുന്നുണ്ട്. ഇവിടെ യുഞ്ചൻ അമ്മേന്റെ അടുത്ത് വന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് അത് തന്നെ അത്ഭുതമാണ്. പോരാത്തേന് ആജിന്റെ അച്ഛൻ മരിച്ചത് അമ്മയെ ന്യൂസിൽ കണ്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പറയുമ്പം ഇവൻ പെട്ടെന്ന് വിഷയം ഡൈവേർട്ട് ചെയ്തിട്ട് തനിക്ക് ഫുഡ് കുറച്ചുകൂടെ വേണമെന്ന് പറയുന്നു. അമ്മയ്ക്ക് എന്നെ സംശയം തോന്നുന്നുണ്ട്, ഇവനെന്താ പതിയില്ലാതെ ഇവിടെ വന്ന് കഴിക്കുന്നേന്ന്. പോരാത്തേന് കുറച്ചു കാലത്തേക്ക് ഇങ്ങോട്ട് വരുത്തുണ്ടാവില്ല എന്നും പറയുന്നു. ഇതൊക്കെ അമ്മയ്ക്ക് ഒരുമാതിരി സംശയം ഉണ്ടാക്കുന്നുണ്ട്. അവക്ക് വേണ്ടിയിട്ട് നീ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതിന് ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ, നമുക്ക് അവളുമായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ എന്നുള്ള രീതിക്കാണ് യുഞ്ചൻ പറയുന്നത്. ഇവിടെ സിഇഒ ലേഡീന്റെ അസിസ്റ്റന്റ് ഹീറോയിന് ഒരു അവസരം കൊടുക്കുന്നുണ്ട്. അവസരം എന്നല്ല, ഓഫർ കൊടുക്കുന്നുണ്ട്. ആക്ട്രസ് ആവാൻ സമ്മതിക്കുകയാണെങ്കിൽ ഒരു കേസും ഇല്ലാതെ അവളെ പുറത്തേക്ക് കൊണ്ടുവരാന്ന്. ഹീറോയിൻ പ്രത്യേകിച്ച് റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. പോലീസ് കോവർക്കറോടും പോയി അന്വേഷിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു സ്റ്റോക്കർ ആജിന്റെ പുറകെ ഉണ്ടായിരുന്നു. ആ തൊപ്പി ഉണ്ടായിരുന്നതൊക്കെ പറഞ്ഞിട്ട് ആജൻ ആ സ്റ്റോക്കറെ കണ്ടിട്ട് പേടിച്ചിട്ട് പോലും ഇല്ലായിരുന്നു എന്നുള്ള ഒരു കാര്യവും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേപോലെ ബോസ് അവളുടെ കാര്യത്തിൽ വറീഡായിരുന്നു എന്നുള്ള കാര്യം, ഇങ്ങനത്തെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവരൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നുണ്ട്. ഒരു ദിവസം ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ യൂഞ്ചൻ അവളെ സ്റ്റോക്ക് ചെയ്യുവാണെന്ന്, അതിന്റെ പേരിൽ ജയിലിലൊക്കെ ആക്കിയല്ലോ. അവളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് യൂഞ്ചൻ വന്ന സമയത്ത് അച്ഛനെ അവളെ രക്ഷിക്കാൻ വിളിച്ചതാണെന്നും, അങ്ങനെയാണെങ്കിൽ തന്റെ അച്ഛനെ രക്ഷിക്കാൻ നോക്കുന്ന ഒരാള് അച്ഛനെ കൊല്ലാൻ വിചാരിക്കത്തില്ലല്ലോ.
അപ്പൊ ഹീറോയിൻ ആയിരിക്കില്ല ഇത് ചെയ്തത് എന്നൊക്കെയാണ് അവരുടെ ഇടയിൽ സംസാരം വരുന്നത്. അത് മാത്രല്ല, ഒരു സൂപ്പർ മാർക്കറ്റില് ഹീറോയിൻ എന്തോ മേടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഹൂഡിയിട്ട ആൾ അവളെ ഫോളോ ചെയ്ത് വന്നായിരുന്നല്ലോ. ആ ഒരു പേഴ്സന്റെ CCTV ഫുട്ടേജ് എടുത്ത് വെച്ച് അനലൈസ് ചെയ്ത് നോക്കുന്നുണ്ട്. യൂൻജുൻ എന്തോ തീരുമാനിച്ചുറപ്പിച്ച കണക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. വേറൊന്നിനല്ല, അവനാണ് അച്ഛനെ കൊന്നേന്നാണ് പറയുന്നത്. അവൻ മരിക്കേണ്ടവനാണ്. അതിനെ അത്രത്തോളം ഉപദ്രവിക്കും. പണ്ട് ചെറുപ്പത്തില് ഞാനാണ് പുള്ളീനെ ജയിലിൽ പിടിച്ചു കൊടുത്തത്. അതിന്റെ ദേഷ്യം എൻ്റെ അടുത്ത് ഉണ്ടാവും എനിക്കറിയാം. അതുകൊണ്ടാണ് കൊല്ലാൻ വന്നത്. ആദ്യം അച്ഛനുണ്ടായിരുന്ന മോട്ടലിൽ പോയിട്ട് അവിടെ സ്ലീപ്പിംഗ് പിൽസ് കൊടുത്ത് കൊല്ലാന്നായിരുന്നു പ്ലാന്. അതിനുവേണ്ടി പോവുകയും ചെയ്തായിരുന്നു. പക്ഷെ അവിടെ അയാൾ വന്നിട്ടില്ല. അതുകൊണ്ട് ആജിന്റെ വീട്ടിൽ പോയി നോക്കുമ്പം അവിടെ അങ്ങേര് മരിക്കാൻ പോകുന്ന അവസ്ഥയിലുണ്ടായിരുന്നു. യൂഞ്ചിനാണ് ആ ബാറ്റ് വെച്ചിട്ട് പിന്നെ അടിച്ച് കൊന്നത് എന്നാണ് പറയുന്നത്. ആ മോട്ടലിൽ പോയിട്ട് അവിടുത്തെ ആളോട് അന്വേഷിക്കുമ്പം ആള് മയങ്ങിപ്പോയായിരുന്നു. എന്താ നടന്നതെന്ന് ശരിക്കും അറിയത്തില്ല എന്നും. പക്ഷേ യൂഞ്ചിന്റെ ഫോട്ടോ കാണിക്കുമ്പം ആളിവിടെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അവർക്ക് മോട്ടലിൽ നിന്ന് സ്ലീപ്പിംഗ് പിൽസും കിട്ടിയിട്ടുണ്ട്. അവൻ തെളിവടക്കം ഇങ്ങനെയാണ് ചെയ്തത് എന്ന് ഉള്ള കാര്യം മൊത്തം പറയുന്ന സമയത്ത് ഡിറ്റക്റ്റീവ്സിനും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ. അതുകൊണ്ട് ആജിനെ പുറത്തു വിടുന്നുണ്ട്. അവളുടെ സ്റ്റോക്കറായിട്ടുള്ള യൂഞ്ചിനാണ് അച്ഛനെ കൊന്നേന്നുള്ള കാര്യവും അവളുടെ അടുത്ത് പറയുന്നുണ്ട്. യൂഞ്ചിൻ വന്ന സമയത്ത് ഹീറോയിൻ ഉറങ്ങുമായിരുന്നു എന്നും ഹീറോയിനെ എപ്പോഴും അസോൾട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അച്ഛനെ അവൻ കൊന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആ ഡിറ്റക്റ്റീവ് അവളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു. അവളും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴാണ് എന്താണ് ശരിക്കും നടന്നേന്നുള്ളത് നമ്മളെ കാണിക്കുന്നത്. ഇവളാ തൊപ്പി ബാത്റൂമിൽ മുറിച്ചിട്ടായിരുന്നല്ലോ. എന്നിട്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പം അച്ഛൻ അവളുടെ അടുത്ത് വന്ന് ഒരുമാതിരി ചിരിക്കുന്ന പോലെ കണ്ട് പേടിച്ചു പോകുന്നുണ്ട്. അത് തോന്നലായിരിക്കണം. പിന്നെ അവള് വന്നിട്ട് ആ ബേസ്ബോൾ ബാറ്റ് എടുത്ത് അച്ഛൻ്റെ തലയ്ക്ക് തന്നെ അടിച്ച് അവളാണ് കൊല്ലുന്നത്. ഒറ്റ പ്രാവശ്യം അടിക്കുന്നുള്ളൂ. അവക്കും തീരെ വയ്യാണ്ട് അവിടുന്ന് മയങ്ങി പോകുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ടാണ് യൂഞ്ചൻ അങ്ങോട്ടേക്ക് വരുന്നത്. വന്ന് നോക്കുമ്പം അവളിങ്ങനെ അടിമേടിച്ച് ചോരയിൽ കുളിച്ച് മയങ്ങിയിരിക്കുന്നു. വിളിക്കുന്നുണ്ട്, എണീക്കുന്നില്ല. അച്ഛനെ പോയി നോക്കുമ്പം അച്ഛന് ജീവനും കൂടി ഇല്ല. ആകെപ്പാടെ പേടിച്ചു പോകുന്നുണ്ട്. പക്ഷെ അപ്പൊ അവൻ ഓർമ്മ വരുന്നത് ഹീറോയിൻ ചോദിച്ചതാണ്, നിനക്ക് എനിക്ക് വേണ്ടി എത്ര ദൂരം പോവാൻ പറ്റുന്നു? ഒരാളെ കൊല്ലുന്നതൊഴികെ എന്തും ചെയ്യാൻ പറ്റുന്നായിരുന്നു പറഞ്ഞത്. ഇത് ആലോചിച്ചുകൊണ്ടിരിക്കവേ ക്ലോസറ്റിൽ നിന്ന് എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട്. അവള് തുണി മുറിച്ചിട്ട് നേരെ ഇടുകയല്ലേ ചെയ്തത്. ഫ്ലഷ് അടിച്ചു, എന്നാൽ അത് ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. കൈയും കൊണ്ട് അതെടുത്ത് വെച്ച് ആ ബേസ്ബോൾ ബാറ്റ് എടുത്ത് അത് തുടച്ച് അതിനുശേഷം അവൻ ആ മരിച്ച ബോഡിയിലാണ് അടിക്കുന്നത്. എന്നിട്ട് അച്ഛൻ്റെ പോക്കറ്റിൽ നോക്കുമ്പം റൂം കാർഡ് കിട്ടിയിട്ടുണ്ടാവും. അതിനുശേഷമാണ് ആ മോട്ടലിൽ പോയി റൂം എടുത്ത് അച്ഛൻ്റെ റൂമിൽ കൊണ്ടുപോയി മേടിച്ചുകൊണ്ട് പോയ സ്ലീപ്പിംഗ് പിൽസ് ഒക്കെ അവിടെ ഇട്ടിട്ട് വന്നത്. എന്നിട്ട് അതിനുശേഷം അവളെ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന സമയത്ത് അതും യൂൻചുൻ നോക്കി കേൾക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം പോലീസ് സ്റ്റേഷനിലേക്ക് ആ മോട്ടലിന്റെ ആള് വിളിക്കുന്നുണ്ട്. അയാള് ഡ്രിങ്ക്സ് കുടിച്ച സമയത്ത് വാച്ച് താഴെ വീണിട്ടുണ്ടായിരുന്നു. താഴെ വീണതുകൊണ്ട് വാച്ച് നിന്നുപോയി. അങ്ങനെയാണെങ്കിൽ ആ സമയത്താണ് യൂൻചൻ വന്നത്. കറക്റ്റ് 1:12. ഓട്ടോപ്സി പ്രകാരം 9 മണിക്കും 10:30ക്കും ഇടയിലാണ് യൂൻചന്റെ അച്ഛൻ മരിച്ചത്. ആജിന്റെ അച്ഛൻ മരിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇത് യൂൻചൻ ചെയ്തിരിക്കാൻ ഒരു വഴിയും ഇല്ല. അവര് അവന്റെ അടുത്ത് പോയിട്ട് എന്തിനാ കള്ളം പറഞ്ഞത് എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. താനാണ് ചെയ്തത് എന്നുള്ള സ്റ്റാൻഡിന്ന് അവൻ മാറുന്നില്ല എന്ന് മാത്രമല്ല, അവൾ എന്നെയെങ്കിലും സമാധാനത്തോടെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് ഡിറ്റക്റ്റീവിന്റെ അടുത്ത് തന്നെ ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. അതും ഡിറ്റക്റ്റീവിന്റെ മേത്ത് ചാടിക്കേറി ഒരുമാതിരി ഭ്രാന്തന കണക്ക്. അവൾ ഇനിയെങ്കിലും സമാധാനത്തോടെ ജീവിച്ചോട്ടെ, അവൾ അത്രത്തോളം പാവമാണ്. അവള് ബോസിനെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊന്നതിനുള്ള തെളിവുണ്ട്. നേരിട്ട് കൊന്നിട്ടില്ലെങ്കിലും ഇതൊരു വലിയ ക്രൈമാണ് എന്ന് പറഞ്ഞ് ഡിറ്റക്റ്റീവും ചൂടാവുന്നുണ്ട്. അവിടുന്ന് കൂട്ടിയിട്ട് പോകുമ്പോ പോലും താനാണ് ആ കൊല ചെയ്തേന്നാണ് യുഞ്ചൻ പറയുന്നത്. പിന്നെ ഡിറ്റക്റ്റീവിന് കിട്ടുന്ന ന്യൂസ് ബോസിനെ പ്രോസിക്യൂട്ടർ ഓഫീസിലേക്ക് കൊണ്ടുപോയി എന്നാണ്. അതെങ്ങനെ അങ്ങനെ നടക്കുക? ആജിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിപ്പിക്കുകയെന്ന് ഡിറ്റക്റ്റീവ്. പക്ഷെ കാര്യമൊന്നുമില്ല, ആജിന് ഓൾറെഡി ആ ലേഡി CEO ഇറക്കി കഴിഞ്ഞു. അവളെ കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണവും മേടിച്ചു കൊടുത്ത് ഈ ലോകത്ത് പവറാണ് ഏറ്റവും വലുത്. ആ പവർ എനിക്ക് നിനക്ക് തരാൻ പറ്റും. ഒരു ആക്ട്രസ് ആയിട്ടുണ്ടെങ്കിൽ അവൾക്ക് കിട്ടാൻ പോകുന്നത് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ കറപ്ഷൻ കാണിച്ച ഡിറ്റക്റ്റീവിനെ ഈ ലേഡീന്റെ പവർ കാരണം ജയിലിലാക്കുന്നുണ്ട്. യൂഞ്ചനും 2 ദിവസത്തിനുള്ളിൽ പുറത്തു വരും. ഇവള് ഈ ഒരു ആക്ട്രസ് ആവാനും കാര്യങ്ങളൊക്കെ കിട്ടാനും ആകെപ്പാടെ ചെയ്യണമെന്ന് പറയുന്നത് യൂഞ്ചിന്റെ അടുത്ത് നിന്ന് വിട്ടു നിൽക്കല് മാത്രമാണ്. അവളുടെ ചൈൽഡ്ഹുഡ് പിന്നെ അവനായിട്ടൊരു റിലേഷൻ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് വരാവുന്ന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ അവനെ കാണാൻ പോകത്തില്ലെന്നും പറഞ്ഞ് ക്യാഷ്വലായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആജിൻ. മൊത്തത്തിൽ ആ കേസ് മൂടുന്നുണ്ട്. ആ ഡിറ്റക്റ്റീവ് ഫയൽ എടുത്ത് കൊണ്ടുവെക്കുന്നവരുണ്ട്. ആ ഫയൽ എടുത്തു വെക്കുന്നുണ്ടെങ്കിലും വേറൊരാളെടുത്ത് അതൊരു കവറിലാക്കി അത് നേരെ എത്തുന്നത് ആ CEO ലേഡീന്റെ അടുത്തേക്കാണ്. അവരത് ലോക്കറിൽ എടുത്തു വെക്കുന്നുണ്ട്. ചിലപ്പം ഭാവിയിൽ ഹീറോയിനെതിരായിട്ടുള്ള
ആയുധാക്കാൻ പറ്റുന്നോണ്ടാണോ അതോ അവളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണോ എന്ന് അവർക്ക് മാത്രം അറിയാം. യുൻജൻ തിരിച്ച് അവന്റെ വീട്ടിലേക്ക് വരുമ്പം അവിടെ ഓൾറെഡി ആജൻ ഉണ്ട്. ബോസ് തന്റെ ജീവൻ പോലും വില വെക്കാതെ അവളെ രക്ഷിക്കാൻ വന്നിട്ട് ആളെ മാനിപ്പുലേറ്റ് ചെയ്ത് യൂസ് ചെയ്തു എന്നുള്ളത് യൂൻജിനെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പക്ഷെ ആജിനെ സംബന്ധിച്ച് അവക്ക് അവളുടെ കാര്യമാണ് ഏറ്റവും വലുതായിട്ട് തോന്നുന്നതെന്നും ആളുടെ കാര്യത്തില് ഒരു വിഷമവും തോന്നുന്നില്ല. അവക്ക് നടന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പം മറ്റൊരാളെ കുറിച്ച് ആലോചിക്കാനുള്ള സാവകാശം പോലും അവക്കില്ല എന്നൊക്കെയാണ് അവള് പറയുന്നത്. നീ മറ്റുള്ളവർക്ക് കൊടുത്ത പെയിന് പകരമായിട്ട് നീ നരകിച്ചേ ചാവുള്ളൂ എന്നൊക്കെ യൂൻജൻ പറയുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് അവളെ അത്രത്തോളം ഇഷ്ടമാണെന്നും അവളെ വിട്ട് ഒരിക്കലും പോകത്തില്ല എന്നൊക്കെയും. അവനവളെ പ്രൊട്ടക്ട് ചെയ്യുന്ന പറയുമ്പം അവക്ക് ചിരിയാണ് വരുന്നത്. നീ എന്നെ ഒരിക്കലും പ്രൊട്ടക്ട് ചെയ്തിട്ടില്ല, നിന്നെ കൊണ്ട് പറ്റത്തുമില്ല. അതിനെ പറ്റുമായിരുന്നെങ്കിൽ എൻ്റെ അച്ഛനെ ഒരു കുത്തില് നീ തീർത്തേനെ. നിന്നെ കൊണ്ടത് പറ്റിയില്ല. ഇനി നമ്മൾ തമ്മിൽ കാണലുണ്ടാവില്ല. ഞാൻ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകുവാണെന്നൊക്കെയാണ് അവള് പറയുന്നത്. അവനെ കൊണ്ടാണെങ്കിൽ അവളെ വിട്ടു കൊടുക്കാനും പറ്റത്തില്ല. വല്ലാത്തൊരു ഒബ്സഷൻ. പോരാത്തതിന് രണ്ടുപേരും സംസാരിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു ടോക്സിസിറ്റി ഫീൽ ചെയ്യും. അങ്ങനെ സ്വന്തം ജീവിതം പോലും അവക്ക് വേണ്ടി ഉപേക്ഷിക്കാൻ തയ്യാറായ അവനെ ഉപേക്ഷിച്ച് അവൾ അവിടുന്ന് പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാല് യൂൻജിനെ സംബന്ധിച്ച് അവൻ വളരെ പാവമായിട്ടുള്ള ഒരു ചെറുക്കനാണ്. അവന്റെ അമ്മ കൂടി കാരണമാണ് അവളുടെ ജീവിതം ഇത്രത്തോളം മിസറബിൾ ആയി പോയത് എന്നുള്ളൊരു കാരണം കൊണ്ടാണ് അവക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ അവൻ തയ്യാറാവുന്നത്. പോരാത്തതിന് ഇഷ്ടമുണ്ട്, അത് വേറെ. പക്ഷെ ഭയങ്കരമായിട്ടുള്ള ഒരു ഗിൽറ്റിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ അവക്കത് പോരെന്നും അതിനുപരിയായിട്ട് അതിലധികമായിട്ട് അവളെ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നാണ് അവളുടെ അഭിപ്രായം. അവള് പറയുന്നതിലും ചെയ്യുന്നതിലും അവളെ കുറ്റം പറയാനും പറ്റത്തില്ല. കാരണം അവൾ അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട്. പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് എത്രത്തോളം മനസ്സിലായാലും അവര് ഓരോ നിമിഷവും അനുഭവിക്കുന്ന ആ ഒരു പെയിൻ അത് ഒരാൾക്കും അവളുടെ സ്ഥാനത്തല്ലാതെ മറ്റൊരാൾക്കും അത് മനസ്സിലാവത്തില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ അവളായിട്ട് തന്നെ ജീവിക്കണം. ഈവൻ ഈ സീരീസ് കണ്ടുകൊണ്ടിരുന്ന നമുക്ക് പോലും അവളുടെ ജീവിതത്തിൽ നടന്ന പല നിമിഷങ്ങളും അറിയത്തില്ല. നിനക്ക് എൻ്റെ പെയിൻ മനസ്സിലാക്കാൻ പറ്റത്തില്ല, ഞാൻ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോയിട്ട് ഹാപ്പി ആയിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹീറോയിൻ അവിടുന്ന് പോകുന്നത്. ആജിന്റെ വോയിസ് ഓവർ കേൾക്കാം. പക്ഷെ ഫോൾസ് ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ്സിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം ലാസ്റ്റ് ചെയ്യും? ദൈവത്തോട് എന്തിനാണ് ഇത്രയും ക്രൂവലായിട്ടുള്ള ഒരു പെണ്ണിനെ ഞാൻ ഇഷ്ടപ്പെടുന്നത്, പ്രണയിക്കുന്നത് എന്ന് യൂൻജൻ പറയുന്ന വോയിസ് ഓവർ കേൾക്കാം. ഹീറോയിൻ നേരെ പോകുന്നത് അവളുടെ പുതിയ ലക്ഷറിയസ് ആയിട്ടുള്ള അഭിനയ ലോകത്തേക്കാണ്. പിന്നെ നമ്മൾ കാണുന്നത് അവള് വാനോളം ഉയർന്ന് വലിയൊരു സ്റ്റാറായി, അവിടുത്തെ ഏറ്റവും വലിയൊരു ഇൻഫ്ലുവൻസറായി ഭയങ്കരമായിട്ട് പോപ്പുലർ ആവുന്ന ആജനെയാണ്. ജയിലിലെ TV പോലും അവളുടെ വീഡിയോസ് ആണ് ഓടുന്നത്. അത് കണ്ടുകൊണ്ട് ജയിലിലാണ് ബോസ് ഉള്ളത്. ആജനെ TV കാണുന്നതും ആളുടെ കണ്ണിലൂടെ എന്തൊക്കെയോ ഇമോഷൻസ് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതെന്തൊക്കെയാണ്? ശരിക്കും റിവെഞ്ച് എടുക്കാൻ പോവാണോ? ഇനിയിപ്പം എല്ലാരെയും ക്ഷമിച്ചു വിടുന്നണക്ക് ക്ഷമിച്ചു വിട്ട് സ്വന്തം കാര്യം നോക്കി ജീവിക്കോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പോരാത്തതിന് ഹീറോയിന്റെയും ഹീറോയുടെയും ജീവിതം എങ്ങനെയാവും? അങ്ങനെ ആയിരക്കണക്കിന് ചോദ്യങ്ങളുണ്ട്. ഇതൊക്കെ അടുത്ത എപ്പിസോഡുകളിൽ വേണം കണ്ട് മനസ്സിലാക്കാൻ.